കണ്ണൂർ DCCയുടെ അമരത്ത് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എത്തിയിട്ട് 3 വർഷം പിന്നിടുകയാണ്. ഈ കാലയളവിൽ എല്ലാവരുമായും അടുത്ത ബന്ധം പുലർത്താനും പാർട്ടിയെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വിവാദത്തിനും അദ്ദേഹം ഇടം നൽകിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ 3 മണ്ഡലങ്ങളിലും 1,00,000 മുകളിൽ ഭൂരിപക്ഷമുണ്ടാക്കാനും സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ സതീശൻ പാച്ചേനിയുടെ വിയോഗം, ഒട്ടേറെ പേർക്കെതിരെ സംഘടനാ തലത്തിൽ എടുക്കേണ്ടി വന്ന നടപടി, ഇതൊക്കെയാകും ഈ 3 വർഷത്തിനിടയിൽ അദ്ദേഹത്തെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് ആരവങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പതുക്കെ നടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പാർട്ടി നീങ്ങുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും പാർട്ടിയിൽ സജീവമാണ്. DCCകൾ പുനഃസംഘടിപ്പിക്കണം എന്ന ചർച്ചകൾ സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോഴും വേറിട്ട് നടക്കുകയാണ് കണ്ണൂർ. DCC പ്രസിഡന്റ് എന്ന നിലയിലും DCCയുടെ പ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള അപാകതയും ഇല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ്. സംഘടനാ തലത്തിൽ തിരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ നീങ്ങുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ അദ്ദേഹം തൃപ്തനാണോ? എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം മാർട്ടിൻ ജോർജ്. ഞാൻ ചോദിച്ചതുപോലെ 3 വർഷം പിന്നിടുകയാണ്. താങ്കൾ സംതൃപ്തനാണോ പ്രവർത്തനത്തിൽ? ഞാൻ പൂർണ്ണമായ സംതൃപ്തൻ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ ഒരു സംതൃപ്തൻ തന്നെയാണ്. എന്താണ് ആ സംതൃപ്തിയുടെ അടിസ്ഥാനം? സംഘടനാപരമായി നടന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കണം, അതിൻ്റെ കൂടി ഫലമായിട്ട് തന്നെ ആയിരിക്കണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 3 കണ്ണൂർ ജില്ലയിൽ പ്രദാനം ചെയ്യുന്ന 3 പേരെയും 1,00,000-ൽ കൂടുതൽ വോട്ടിന് വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പങ്ക് നമ്മുടെ ആ സംഘടനാപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ നിയോജകമണ്ഡലം തലത്തിലും അതുപോലെ തന്നെ മണ്ഡലം പഞ്ചായത്ത് തലത്തിലും എല്ലാം കൃത്യമായി മീറ്റിങ്ങുകൾ കൂടുകയും അവിടെ ക്യാമ്പുകൾ നടത്തുകയും ചെയ്തു. ഈ ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും വെക്കുകയും ബ്ലോക്ക് ഭാരവാഹികൾ വെച്ച് കഴിഞ്ഞു, മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചു, മണ്ഡലം ഭാരവാഹികൾ വെച്ചു, എല്ലാം കൃത്യമായി വെക്കുകയും അതോടൊപ്പം തന്നെ മണ്ഡലം തലത്തിലും ആദ്യം ജില്ലാ തലത്തിലെ ക്യാമ്പ് കഴിഞ്ഞു, നമ്മൾ നിയോജകമണ്ഡലം തലത്തിൽ നമ്മൾ ക്യാമ്പ് നടത്തി, മണ്ഡലം തലത്തിൽ നമ്മൾ ക്യാമ്പ് നടത്തിയതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ്. വലിയൊരു മുന്നൊരുക്കം നമുക്ക് അതിനകത്ത് നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ കാണുകയാണ്. അതല്ലാതെ ഞാൻ വന്നതിന് ശേഷം നടന്ന മറ്റ് ഇലക്ഷനുകൾ, ബൈ ഇലക്ഷനുകളായാലും മട്ടന്നൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസത്തിനാണ് നമുക്ക് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി, കാരണം നമുക്ക് എത്തിവെക്കാൻ പറ്റാത്ത ആ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു 4 കൗൺസിലർ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 വോട്ടിനാണ് 4 വാർഡുകൾ നമുക്ക് പോകുന്നത്. 2 വോട്ടിനും 8 വോട്ടിനും അങ്ങനെ ടോട്ടൽ 100 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 4 വാർഡുകൾ പോകുന്നത്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭരണം കൃത്യമായി കിട്ടുന്ന ഒരു സാഹചര്യം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്. അതുപോലെ ബൈ ഇലക്ഷൻ നമ്മുടെ ചെറുതാഴത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDF ഒരു സീറ്റ് പോലും ചെറുതാഴത്തില്ല. അവിടെ നമ്മളെ മണ്ഡലം പ്രസിഡന്റ് 80 വോട്ടിന് നമ്മളവിടെ വിജയിക്കുകയാണ്. അതുപോലെ തന്നെ നടന്ന മറ്റ് ബൈ ഇലക്ഷനുകളിലൊക്കെ തന്നെ നമുക്ക് വലിയൊരു മുന്നേറ്റം പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് പിന്നെ സംഘടനാപരമായി എല്ലാം നല്ല ഒരു രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ മനോജ് സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ കിടക്കുകയാണ്.
അതിൻ്റെ ഭാഗമായി KPCCയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ജില്ലാതലത്തിൽ നമ്മൾ കൺവെൻഷനുകൾ ക്യാമ്പ് എക്സിക്യൂട്ടീവുകൾ കഴിഞ്ഞു, നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞു, ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ കഴിയുകയാണ്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ അതാത് തലങ്ങളിലുള്ള കോർ കമ്മിറ്റികൾ സംഘടനയെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നമ്മൾ കോർ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു കൊണ്ടുപോവുകയാണ്. KPCC അതിന് പ്രത്യേകിച്ച് ചാർജുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിലിനാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായുള്ള ചാർജ്. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി PN നിയാസ് ഒരു 3 വർഷമായി, ഞാൻ വന്നപ്പോൾ മുതൽ 3 വർഷമായി അദ്ദേഹം ഇവിടെ ചാർജ് ഏറ്റെടുത്ത് അദ്ദേഹം അതിൻ്റെ നല്ല നിലയിൽ അദ്ദേഹത്തിൻ്റെയും കൂടി കോൺട്രിബ്യൂഷൻ ഈ രംഗത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ KPCC പ്രസിഡന്റ് നമ്മുടെ ജില്ലയാണ്, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മറ്റ് നേതാക്കന്മാരൊക്കെ കൃത്യമായ മറ്റ് സംസ്ഥാന പ്രതിപക്ഷ നേതാവും മറ്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും കൃത്യമായി അന്വേഷിക്കും, സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു നമ്മൾ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ കണ്ണൂർ ജില്ലക്കാരനാണ് AICCയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹവും പല കാര്യങ്ങൾ വിളിച്ച് നിർദ്ദേശങ്ങൾ തരികയും അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ പല കാര്യത്തിലും കിട്ടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് എല്ലാ നേതാക്കന്മാരുടെയും സഹായ സഹകരണങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഭദ്രമായി യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഏറെ വിഷമപ്പെടുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഏറ്റെടുത്ത ഉടനെ തന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ സതീശൻ പാച്ചേനിയുടെ അതും മനോജ് സൂചിപ്പിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സതീശൻ പാച്ചേനി DC പ്രസിഡൻ്റ് ആയിരിക്കും. ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് അത് പ്രവർത്തിച്ചാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഞാനും സതീശൻ പാച്ചേനിയും തമ്മിലുള്ള ഒരു കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പറയുന്നവർ നമ്മൾ രണ്ടുപേരും വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി തന്നെ ഒറ്റ മനസ്സായിട്ട് നീങ്ങിയവരാണ്. അതിനകത്ത് ഒരു സമയത്ത് പോലും നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം DC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എല്ലാം പൂർണ്ണമായി ഞാനന്ന് അവസാനകാലം KPCC ജനറൽ സെക്രട്ടറിയാണ്, പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായത്. അതുപോലെ തന്നെ ഞാൻ DCC പ്രസിഡൻ്റ് ആയപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും വരികയും അദ്ദേഹം എൻ്റെ കൂടൊപ്പം തന്നെ പൂർണ്ണമായി നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒരു വല്ലാതൊരു അത്ര ആത്മബന്ധം അതിനകത്തുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന സമയമൊക്കെ അത് വലിയ പ്രയാസം അതിനകത്ത് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും നമുക്കറിയാമല്ലോ, ഞാൻ മാത്രമല്ല നമ്മളെ ജില്ലയിലുള്ള നിങ്ങളെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. മനോജൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് സതീശിൻ്റെ. അപ്പം അല്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ധാരണ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ആ ഒരു വേർപാട് മനസ്സൊന്ന് പിടഞ്ഞു പോയിട്ടുണ്ട്. പടഞ്ഞു അത് ശരിക്കും പടഞ്ഞു. അതിനെ നിങ്ങൾ കണ്ടത് ആ സമയങ്ങളിലുള്ള നമ്മുടെ ഒരു പ്രയാസം, അത് വലിയൊരു പ്രയാസം തന്നെയാണ്. അത് കുറച്ച് കാലം ആ പ്രയാസം നമുക്കുണ്ടായിരുന്നു. പിന്നെ വലിയൊരു വേർപാട്, അത് ഭയങ്കര. ഇപ്പം നമുക്ക് സതീശിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ വേർപാടും നമുക്കൊന്നും ഒരിക്കലും താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്. കാരണം അതും പെട്ടെന്ന് ഉണ്ടായ ഒരു വേർപാടാണ് സുരേന്ദ്രേട്ടൻ്റെ. രണ്ടും വേർപാടും നമുക്ക് സംഘടനാപരമായ വലിയ നഷ്ടമാണ് എന്നതിലുപരി വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ കണ്ണൂർ പൊളിറ്റിക്സിൽ ഉണ്ട് എന്നുള്ളതും ഒരു. പാച്ചേനി പോയപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ കുടുംബമായിരിക്കും വന്നിട്ടുണ്ടാവുക. കാരണം ഒരു വീടില്ലാത്തൊരു സാഹചര്യം, വലിയ തോതിലുള്ള പ്രയാസമുള്ള ആ കുടുംബവും സതീശൻ പാച്ചേനിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ്, ഇതൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ആ വീട് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അത് സതീശൻ പാച്ചേനിയുടെ കുടുംബവുമായിട്ട് എനിക്ക് നേരത്തെ തന്നെ ആ കുടുംബമായിട്ട് ബന്ധമുണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സഹകരിച്ച് പോകുന്ന ഒരു കുടുംബം പോലെ തന്നെ സഹകരിച്ച് പോകുന്ന ഞാൻ ആ ഫാമിലിയായിട്ട് നേരത്തെ തന്നെ സതീശൻ DC പ്രസിഡൻ്റൊക്കെ ആകുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമ്മൾ KSU പൊളിറ്റിക്സിൽ ഒന്നിച്ചുള്ളത്. ആ സമയത്ത് കല്യാണ സമയം മുതലിങ്ങോട്ട് സതീശൻ പാച്ചേനിയുടെ വൈഫുമായി നല്ലൊരു ബന്ധം, ആ മകളുമായിട്ടും മകനുമായിട്ടും അവർ എന്നോടും അങ്ങനെ അന്നേ ഉള്ളൊരു നല്ലൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു.
അപ്പോൾ മരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സതീശൻ പാച്ചേനിക്ക് വീടില്ല എന്നുള്ളത് KPCC പ്രസിഡൻ്റ് അടക്കം കൃത്യമായി അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് KPC പ്രസിഡൻറ്റും മറ്റു നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ അന്നത്തെ അനുശോചന യോഗത്തിൽ തന്നെ KPC പ്രസിഡൻ്റ് അതിൻ്റെ പ്രഖ്യാപനം നടത്തി മറ്റു നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്ന പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാനത് കൃത്യമായി അത് ഏറ്റെടുക്കുകയും എൻ്റെ സഹഭാരവാഹികളും എൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് നമ്മളോടൊത്ത് ഭയങ്കരമായ ഒരു സഹകരണം ആ രംഗത്ത് ലഭിച്ചു എന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു മനോഹരമായ ഒരു വീട്, അത് ആരും അത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അതിമനോഹരമായ ഒരു വീട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതും നമ്മളതിൻ്റെ കാൽനാട്ട് കർമ്മം കഴിഞ്ഞതിന് ശേഷം 1 വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെറിയ മഴയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി നേരത്തെ തന്നെ ആ ഡേറ്റിൽ തന്നെ നമുക്കത് തീർക്കാൻ വേണ്ടി സാധിക്കുവാൻ മരിച്ച 1-ാം വർഷം. അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ പയ്യാമ്പലത്ത് നല്ലൊരു അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപവും സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മളൊരു ശ്രദ്ധ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു സന്തോഷവും കൃതജ്ഞതയും ഉണ്ടാകുന്ന ഒരു കാര്യം. കാരണം ഒരു വീട് സതീശന് കുടുംബത്തിന് അത് തന്നെ മിക്ക നേതാക്കന്മാരും വിളിച്ച് അത് അഭിനന്ദിച്ചിട്ടുണ്ട്. അവരൊന്നും ഇത്രയും വലിയൊരു വീട് എന്നുള്ളത് അവരൊന്നും പ്രതീക്ഷിച്ചില്ല. അത് നമ്മളതൊരു മനോഹരമായി യാതൊരുവിധ സാധാരണ നമുക്കറിയാലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തും പല അഭിപ്രായ വ്യത്യാസങ്ങളും പല രീതിയിലുള്ള സംഭാഷണങ്ങളും പക്ഷേ നിങ്ങൾ മാധ്യമരംഗത്തുള്ള മനോജ് കൃത്യമായ എല്ലാത്തരം ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തി എന്നാലും നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി കൃത്യമായി അറിയാം. യാതൊരുവിധ അസ്വാരസ്യങ്ങളോ മറ്റുള്ള ഒരു പരാതികളോ ഒന്നും ഇല്ലാതെ ആ വീട് അതിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാവരുടെയും ഒരു കൂട്ടായ്മ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട്. നമ്മൾ പറഞ്ഞ ഒരു സങ്കടം, അത് സതീശൻ പാച്ചേനി അതോടൊപ്പം തന്നെ സുരേന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അവിടെ മറ്റൊരു സങ്കടത്തിലേക്ക് പോവുകയാണ്. പലരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്, നിരവധി പേരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് വരെ DCC പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ ആരെയും സസ്പെൻഡ് ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. താഴെയിൽ നിന്നും അതാത് ഘടകങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൂടുതലായി ചെയ്യേണ്ടി വന്നിരുന്ന സഹകരണ രംഗത്താണ് എന്നാണ് എനിക്ക് വിശ്വാസം. ഞാൻ വന്നതിന് ശേഷം സഹകരണ രംഗത്ത് വലിയൊരു, അത് മാധ്യമങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, ഒരുപാട് വർഷങ്ങളായി ഇരുന്നവരെയൊക്കെ തന്നെ അത് പുതിയ ആൾക്കാർക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഒരുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ. ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഒരുപാട് ബാങ്കുകളിലെ പ്രസിഡന്റുമാരെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് പുതിയ പ്രസിഡന്റുമാർ അതാത് ബാങ്കുകളിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സങ്കല്പം, കുറേ കാലം ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നത് അത് അത്ര നല്ല ഒരു ശീലമല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. കാരണം അറിയാതെ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, അതിനുള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളഞ്ഞു. അപ്പം ഫ്രഷായിട്ടെപ്പോഴും വരുന്നതാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. അത് എന്തിനും ഏതിനും ഒരു ഫ്രഷ് ആയിട്ട് അപ്പോൾ അവർക്ക് അതിനകത്ത് കുറച്ചും കൂടി ഒരു താല്പര്യം കടന്നു വരും. അതിന് രാഷ്ട്രീയ രംഗത്തായാലും ശരി, മറ്റേ ഏത് രംഗത്ത് ഭരണരംഗത്തായാലും അത് 3 ടേം എന്നുള്ളത് നമ്മളൊരു നിർബന്ധമായി തന്നെ നമ്മൾ കൊണ്ടുപോവുകയും അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ ഒരു പരിധിവരെ എല്ലാം നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഘടനാപരമായ ചില തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വരുമ്പോൾ ഒരിടത്ത് ഇന്നത് ചെയ്ത് ഒരിടത്ത് വെറുതെ ചെയ്യാൻ, അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെയുള്ള ലോക്കൽ ലീഡർഷിപ്പ്, മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും അറിയാതെ അവർ നിർദ്ദേശിക്കാതെ ഞാൻ എവിടെയും ഒരാളെ പോലും ഇന്ന് വരെ ഞാനായിട്ട് സസ്പെൻഡ് ചെയ്യില്ല. അതിനൊരു സാധ്യതയും വരില്ല. അത് അറിയാത്തവർ പറയുന്നതാണ്. അതിനൊരു സാധ്യതയും ഇല്ല. എന്താ അറിയോ, എനിക്കിങ്ങനെ ഡയറക്റ്റ് ഒരാളെ പുറത്താക്കാൻ പറ്റുമോ?
താഴേന്ന് നിർദ്ദേശം കിട്ടാണ്ട് അവരഭിപ്രായം പറയാണ്ട് ഇന്ന വിഷയങ്ങളുണ്ട് താഴെത്തട്ടിൽ, അത് ഇങ്ങനെയാണ്, അത് പരിഹരിക്കണം, അല്ല ഇത്തരം നടപടികൾ ഉണ്ടാകണം എന്ന് മണ്ഡലം പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറ്റും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഒരു നടപടി ഇന്ന് വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒരാളെ പോലും ഞാനായിട്ട് പുറത്താക്കിയിട്ടില്ല എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ മനോജൻ അറിയുന്ന 1-2 വ്യക്തികളുണ്ട്, അവരൊക്കെ എനിക്കെതിരെ അവർ ചിലപ്പോൾ നിങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കും. കാരണം DCC പ്രസിഡന്റിനെ പറഞ്ഞാലേ അതിനകത്ത് എഫക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞവരുണ്ട്. എന്നോട് മനഃപൂർവ്വമല്ല, പക്ഷേ DCC പ്രസിഡന്റ് ആണെന്നുള്ള DCC അപ്പോൾ DCC പ്രസിഡന്റിനെ പറയുക എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ട് പറയുന്നവരുമുണ്ട്. അവരെ പോലും ഒരു നടപടി എടുക്കാൻ വേണ്ടി ഞാൻ KPCCയോട് പറഞ്ഞിട്ടില്ല. അവരൊക്കെ സ്വയമേ മാറിപ്പോയതാണ്. അവരൊക്കെ അത്തരം ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ഇരിക്കുമ്പോൾ എനിക്കെതിരെ പറയുമ്പോൾ ഞാൻ നടപടി എടുക്കാൻ വേണ്ടി KPCCയോട് പറയും. ഞാൻ KPCCയോട് നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് KPCC നടപടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് താഴെ തട്ടിൽ നിന്നും കിട്ടുന്ന ഡയറക്ഷൻ. ഓരോരോ ഇൻസിഡൻറ്റ് എടുത്ത് പരിശോധിച്ചാലും പ്രധാനപ്പെട്ട കേസുകളിലാണ് നമ്മൾ കോർ കമ്മിറ്റി ഇരുന്ന് സംസാരിച്ച് നടപടി, അത്തരം കേസുകൾ KPCCക്ക് അയച്ച് ഇപ്പോൾ തന്നെ നടപടി വന്ന 1-2 കേസുകൾ അതൊക്കെ ഈ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ആ നിലപാടുകൾ മുകളിലോട്ട് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒരാളെ ഇതിനകത്ത് പുറത്താക്കുമ്പോൾ ആർക്കും ഒരാൾ സ്വയം ഒറ്റയ്ക്ക് ഒരാൾക്ക് തോന്നില്ല. കാരണം ഈ പാർട്ടിയിൽ നിന്ന് ഒരാളെയും പുറത്താക്കാൻ വേണ്ടി ഒരാൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല. അല്ല സാർ, സ്വന്തമായിട്ട് അത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഞാൻ സത്യസന്ധമായി പറയുന്നു, എനിക്ക് ഒരാളോടും വിരോധമില്ല. എന്നോട് വിരോധമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ ഒരു പക്ഷേ DCC പ്രസിഡൻ്റ് ആയതുകൊണ്ട് എന്നെ പറഞ്ഞാലല്ലേ അതിന് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ എന്നുകൊണ്ട് പറയുന്നതായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ആരോടും സത്യത്തിൽ ഒരാളോടും എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിട്ടില്ല. ഞാൻ കാണുന്ന പൊളിറ്റിക്സ് സത്യത്തിൽ ഞാൻ DCC പ്രസിഡൻ്റ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ മനോജിന് കൃത്യമായി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം വന്നതല്ല. സത്യത്തിൽ ഈ കോൺഗ്രസ് പൊളിറ്റിക്സിൽ KSU പൊളിറ്റിക്സിലൂടെ വരുമ്പോൾ അത്തരം ഒരു ആശയങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് വന്നു പോയി ഇങ്ങനെ എല്ലാ രംഗത്തും സജീവമായി പൊതുപ്രവർത്തനവും വളരെ താല്പര്യപൂർവ്വം KSUവിൽ പഠിക്കുന്ന സമയത്ത് 5 BSc വരെ ആണ് ഞാൻ BSc 5 വർഷവും ഞാൻ യൂണിയൻ ഭാരവാഹിയായിരുന്നു. അതിനുശേഷം പോളിടെക്നിക്ക് വന്നപ്പോൾ അവിടെയും ഞാൻ യൂണിയൻ പിന്നെ KSU ഇതിനായിരുന്നു. അതിന് ലോ കോളേജിൽ പോയി. പിന്നെ ലോ കോളേജ് ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ലോ കോളേജ് പഠിക്കുന്നത്. പിന്നെ അവിടെ പിന്നെ ഭാരവാഹിയായിരുന്നു ഞാൻ. അതായത് എൻ്റെ പൊളിറ്റിക്സ് ഫുൾ ടൈം ഞാൻ പഠിക്കുന്ന കാലഘട്ടം മുതൽ സ്കൂൾ രാഷ്ട്രീയം മുതൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹി മുഴുവൻ സമയം വേറെ ഒരു ഇതുമില്ല. ഞാൻ വക്കീലായിട്ട് കുറച്ച് സമയത്ത് പോകാൻ പറ്റും. പിന്നെ ഞാൻ അതിനകത്ത് KSU ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ LLB പാസ്സാകുന്നത്. പിന്നെ അറിയാലോ അന്നത്തെ പൊളിറ്റിക്സ് എപ്പോഴും പ്രശ്നങ്ങളും പിന്നെ ആ പ്രാക്ടീസും അതങ്ങ് ഇല്ല, പ്രാക്ടീസ് ചെയ്യാനും പോകാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയം. പക്ഷേ അതിനേക്കാളെല്ലാം ഞാൻ കാണുന്നത് ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് പോകുന്നതിലുണ്ടാകുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് KSU കാലഘട്ടമാണ്. അതൊരു ഭയങ്കര സന്തോഷം. ഒരുപാട് കാലം എൻ്റെ ഒരു 10-12 വർഷം KSU ജില്ലാ പ്രസിഡൻ്റായിട്ട് തന്നെ ഇരുന്നു അന്നാപ്പന സംഘടന വൈകൊണ്ട്. അത് ഒരുപാട് വലിയ ഇപ്പോൾ തന്നെ എത്രയോ കുട്ടികൾ അമേരിക്കയിലും മറ്റ് പല ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇന്ന് അവരൊക്കെ പണ്ട് KSUവിൽ പ്രവർത്തിച്ചവരൊക്കെ ഇങ്ങനെ വിളിക്കുന്ന ഒരു അതൊക്കെ ഇങ്ങനെ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായതുകൊണ്ട് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വലിയ വാശിയോടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയോടുകൂടി നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി താങ്കളുടെ നേതൃത്വത്തിൽ അത് പാർട്ടിയുടെ മാത്രമാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നത്. അവിടെയും പ്രശ്നങ്ങളാണ്. അവിടെ ഈ 4 ഡയറക്ടർമാരെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി നടക്കുന്നത്? ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വളരെ ഞാൻ അന്ന് DC പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആശുപത്രിയുടെ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചു. എല്ലാ തലത്തിലുള്ള ഞാനതിനകത്ത് അത് ആ ആശുപത്രി പ്രസിഡന്റ് കൃത്യമായിട്ട് അറിയുന്നതല്ല, പല മീഡിയേറ്ററെയും ഞാൻ ഉപയോഗിച്ചു. ആശുപത്രിയിലെ സംവിധാനം നമ്മൾ ഒന്നിച്ചു പോകണം പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അതിന് തയ്യാറായില്ല.
അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് ഫീൽഡിലേക്ക് തന്നെ പോകേണ്ടതായ ഒരു സാഹചര്യം നമുക്ക് വന്നു. ആ തെരഞ്ഞെടുപ്പ് ഫീൽഡിലേക്ക് നമ്മൾ പോയപ്പോൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അന്ന് ആശുപത്രി കൊണ്ടുവരുന്ന ദിവാകരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായ എല്ലാ പൾസും അറിയാം. നമ്മളല്ല ആരും അതിനകത്ത് കൃത്യമായി ഡയറക്ടർമാരും കാര്യങ്ങളൊന്നുമില്ല. ആകെ അന്ന് എനിക്ക് തോന്നുന്നു ഗോപിയേട്ടനാണ്, ഇപ്പോഴത്തെ ചാർജ് കൊടുത്തിരിക്കുന്ന ഗോപിയേട്ടനാണ്. അന്ന് നമ്മുടെ കൂടെ കണ്ടോത്ത് ഗോപിയാണ്. ഗോപിയേട്ടൻ അന്ന് അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് നിന്ന് അതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നമ്മൾ മണ്ഡലം കമ്മിറ്റികളെ കൃത്യമായി ചലിപ്പിച്ച് ഫുൾ ടൈമായി അവരെ ഉപയോഗിച്ച് നമ്മൾ കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച് നമ്മളെല്ലാ തലത്തിലുമുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അതിൻ്റെ കൃത്യമായ വോട്ടർമാരായിട്ടുള്ളവരെ എല്ലാം കൃത്യമായി അണിനിരത്താൻ. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് അവർക്കെല്ലാം. അതവർ നെഞ്ചിൽ അവർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവരെ പാർട്ടി സഹായിച്ചിട്ടോ അല്ലെങ്കിൽ ജോലി കൊടുത്തിട്ടൊന്നുമില്ല. അതൊരു വികാരമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാനടക്കം ഇങ്ങനെ നിൽക്കുന്ന അതൊരു വികാരമായിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. പാർട്ടി ഏതാ ഭാഗത്ത് എന്ന് ഉള്ള ആ ചിന്ത വന്നപ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കാമെന്ന് അതിൻ്റെ വോട്ടർമാർ ചിന്തിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പാനൽ DCC വെച്ച പാനൽ കൃത്യമായി വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ ശക്തമായി മുന്നോട്ട് പോയി. ആശുപത്രി വളരെ ലാഭത്തിലേക്ക്, എത്രയോ ലാഭത്തിലേക്കാണ് ആശുപത്രി പോയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ. അതിൻ്റെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അതിനു മുമ്പ് തന്നെ അത്തരമൊരു വിഷയങ്ങൾ വന്നപ്പോൾ DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വിളിച്ചു വരുത്തി അവരോട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി, എല്ലാവർക്കും ധാരണയിലായി. പിന്നീട് അവർ ഇത്തരം ഒരു പരാതി കൊടുത്തു. ആ പരാതി കൊടുക്കുമ്പോൾ അതിനകത്ത് ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളും ഒരു ചർച്ചയൊക്കെ നടത്തിയ കാര്യങ്ങൾ ആരോടും പറയാണ്ട് ഒരു പരാതി കൊടുക്കുന്നത് ഒരു ശരിയായ ഒരു നിലപാടല്ല എന്ന് DCC ജനറൽ സെക്രട്ടറി ആയ ഒരാൾ, അതെ, അത് CT സജിത്തും മറ്റു 3 പേരും അവരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു സമീപനമാണ് DCC എന്ന നിലയിലുള്ളത്. എന്നിട്ടും ആ ഒരു വിഷയം വന്നപ്പോൾ നമ്മൾ പിന്നെ അവിടെയുള്ള കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റിയും അവരുടെ പിന്നെ മണ്ഡലം കമ്മിറ്റികളും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവരെ ഇനി യോഗങ്ങൾ പങ്കെടുപ്പിക്കാൻ പറ്റുകയില്ല, അവരെ ഇനി പാർട്ടിയിൽ എടുപ്പിക്കാൻ പറ്റില്ലെന്നും പറയുകയും അവർക്കെതിരെ നടപടി വേണമെന്ന് അവർ ഒന്നടങ്കം കത്ത് തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവർക്ക് ഷോക്കോസ് കൊടുത്തു. ഇത്തരം ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്ന് അവർ മറുപടി തരണമെന്ന് പറഞ്ഞു. ആ മറുപടി നോക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അത് യുക്തമല്ല, അതിൽ അവർ പറഞ്ഞതിൽ വീണ്ടും റിപ്പീറ്റേഷനാണ്. അതാ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞ് സംസാരിച്ച് 2 കൂട്ടരെയും ഇരുത്തി തീരുമാനിച്ച് കാര്യങ്ങൾ 2 കൂട്ടർക്കും മനസ്സിലായ അതേ കാര്യങ്ങൾ വീണ്ടും ഒരാരോപണമായി കൊടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലായ സ്ഥിതിക്കാണ് ഈ പറഞ്ഞ 3 പേരെ ബ്ലോക്ക് പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കുവാനും അതോടൊപ്പം CT സജിത്ത് DCC സെക്രട്ടറി എന്ന നിലയിൽ KPCC ആണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കോർ കമ്മിറ്റി ഉണ്ട് ജില്ലയിൽ, ഒരു 10 പേരടങ്ങുന്ന. ആ കോർ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യുകയും അപ്പോൾ DCCയോട് യുക്തമായ KPCCയോട് യുക്തമായി നിലപാടെടുക്കുവാൻ വേണ്ടി സംഘടനയുടെ ജില്ലയിലെ ചാർജ് വഹിക്കുന്ന PN നിയാസ് ഉൾപ്പെടെയുള്ള KPCC സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിലെടുത്ത തീരുമാനം KPCCക്ക് അയക്കുകയും KPCC അതനുസരിച്ച് അവർക്ക് വീണ്ടും അവർ അന്വേഷിച്ച് അതിൽ യുക്തമായ തീരുമാനമെന്ന നിലയിൽ സൈത്ത് വക്കീലിനെ തൽക്കാലത്തേക്ക് DCCയുടെ ഭാരവാഹിത്വ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി, അത്ര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി KPCC തീരുമാനം എടുക്കുകയും ചെയ്തത്. അതാണ് അത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെ പുറത്താക്കുന്നു എന്നുള്ളൊരു പ്രതീതിയാണല്ലോ പുറത്ത് വരുന്നത്. ഇപ്പോൾ KP സാജു പ്രസിഡന്റ്, KP സാജു പിന്നെ ഇപ്പോൾ അയോഗ്യനാക്കിയിരിക്കുകയാണ് വീണ്ടും. ആ KP സാജു രാജിവെക്കുന്നു, വീണ്ടും ഡയറക്ടർ ബോർഡിലേക്ക് KP സാജുവിനെ തന്നെ കൊണ്ടുവരാൻ DCC തീരുമാനിക്കുന്നു, വീണ്ടും പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുന്നു. അയോഗ്യത കൽപ്പിച്ച് രാജിവെച്ച ഒരാളെ തന്നെ വീണ്ടും കൊണ്ടുവരിക എന്നത് ഒരു നല്ല കീഴ്വഴക്കമായി നമുക്ക് കരുതാൻ കഴിയുമോ? ഈ അയോഗ്യത എന്ന് പറഞ്ഞാൽ അതിന് കാരണം മാറ്റർ എന്താണെന്നുള്ള കാര്യം അറിയാലോ.
അത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സമാനഗതിയിലുള്ള 2 സ്ഥാപനങ്ങളിലേക്ക് പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ അഴിമതി ആരോപണം മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാപനം അതിപ്പോൾ വർക്ക് ചെയ്യുന്നു. ഒന്നും അതിൽ പുള്ളി സജീവവുമല്ല, ഒന്നുമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മെമ്മറിയിൽ അത് നമുക്ക് പെട്ടെന്ന് കൊടുക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട്. ഈ ലാബിൽ, അതായത് പാനൂരിലെ ആ ലാബിൽ നിന്നുള്ള സാമ്പിളുകളൊക്കെ ഇവിടെ പരിശോധിക്കുന്നു എന്നതിന് തെളിവാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സ്ഥാപനങ്ങളിൽ അറിയാതെ അങ്ങനെ ഒന്ന് ചെയ്യുമോ? അത് നമ്മളിപ്പം ഓരോരോ ടെസ്റ്റിന്, എനിക്കതിനെപ്പറ്റി ഓരോരോ ടെസ്റ്റിന് നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ അയക്കില്ലേ, അത് അയച്ചിട്ട് ഈ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നില്ല എന്ന് മാനേജിംഗ് പാർട്ണറായ KP സാജുവിനെ അറിയാതിരിക്കാൻ വഴി അല്ല. സ്ഥാപനം നിലനിൽക്കുന്നല്ല, പുള്ളി അതിനകത്ത് ആക്റ്റീവ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പോട്ടെ, അതിനകത്ത് പിന്നെ ടെസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ അത് വേറെ വശം. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വിഷയം, അതിനുശേഷം അദ്ദേഹം ആ ഡയറക്ടർ ബോർഡിൽ മെമ്പർ സ്ഥാനം ഒന്നുമില്ല, എത്രയോ കാലങ്ങളായി അദ്ദേഹം രാജിവെച്ചിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എൻക്വയറി നടത്തി അതിൻ്റെ പേരിൽ JR അയോഗ്യരാക്കി കോടതിയിൽ പോയി. കോടതി അത് ചെയ്തു. എന്നിട്ട് കോടതി പറഞ്ഞു, അപ്പോൾ സാജു പറഞ്ഞിരിക്കുന്ന വാദഗതി നമ്മളോട് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാണ് ഈ നടപടി JRൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി ആ കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് കൃത്യമായി എൻക്വയറി നടത്താൻ വേണ്ടി പറഞ്ഞു. എനിക്ക് ഒന്ന് കഴിഞ്ഞ 19-ാം തീയതി മറ്റേ ഡേറ്റ്. അപ്പോൾ 17-ാം തീയതി സാജു ഓൾറെഡി ആ ഡയറക്ടർ സാജു രാജിവെച്ച് കഴിഞ്ഞു. അത് DCC അറിഞ്ഞുകൊണ്ട് തന്നെ DCCയുമായി ഞാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അത് തന്നെയാണ് അത്ര ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഈ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോൾ നിലവിലുള്ള ഡയറക്ടർമാരെല്ലാവരും ആവശ്യപ്പെടുന്നത് സാജുവിനെ വീണ്ടും ഡയറക്ടറാക്കണം എന്ന് തന്നെയാണ്. സാജുവിനെ വീണ്ടും ഡയറക്ടറാണെന്ന് അവിടെയുള്ള മുഴുവൻ ഡയറക്ടർമാർ, ഈ പറഞ്ഞ 4 പേര് വെച്ചിട്ടുള്ള ബാക്കി ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാജുവിനെ വീണ്ടും ഡയറക്ടറാക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം DCC അംഗീകരിക്കുകയും സാജുവിനെ വീണ്ടും നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. വീണ്ടും സാജുവിൻ്റെ ഡയറക്ടർ സ്ഥാനം പോയിട്ടൊന്നുമില്ല. അത് തെറ്റായ വാർത്തയാണ്. ഇത് ആദ്യത്തെ തന്നെ രണ്ടാമതും അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ, രണ്ടാമതും അന്വേഷണം നടത്തിയപ്പോൾ അത് തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതും ഇതുമായിട്ട് ബന്ധമില്ല. സാങ്കേതികമായി ആ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നെ 2.5 വർഷം കഴിഞ്ഞാൽ പുതിയ ആളെ നോമിനേറ്റ് ചെയ്യാൻ ഡയറക്ടർ ബോർഡിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ 2.5 വർഷം കഴിഞ്ഞു സാജുവിനെ വീണ്ടും നോമിനേറ്റ് ചെയ്യാൻ. സാജുവിനെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആകുന്നതിനും തടസ്സമില്ല. സാജുവിന് പ്രസിഡന്റ് ആകുന്ന തടസ്സമില്ല. അത് ഡയറക്ടർ ബോർഡ് വീണ്ടും ഇപ്പോൾ ഗോപിയേട്ടന് ചാർജ് കൊടുത്തിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ്. ഗോപിയേട്ടൻ അതിനകത്ത് ഇപ്പം അവരെ ഡയറക്ടർ ബോർഡ് പറയുന്നു, അവിടുത്തെ പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നു, മണ്ഡലം പ്രസിഡന്റുമാർ പറയുന്നു, അത് ആലോചിക്കണം, സാജു ആണ് ഇത് ആശുപത്രിയെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി, സാജു ആണ് വേണമെന്ന് അവരാവശ്യപ്പെട്ടാൽ DCC അത് പരിഗണിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇല്ല, തീരുമാനം അത് അവർ ഡയറക്ടർ ബോർഡ് അങ്ങനെ ഒരു ആവശ്യം, ഇപ്പം ഡയറക്ടർ ബോർഡ് ആയതേ ഉള്ളൂല്ലോ. ഇനിയിപ്പോൾ അവരവിടെ അങ്ങനെ ഒരു ആവശ്യം ഡയറക്ടർ ബോർഡ് മെമ്പർമാരോടൊപ്പം തന്നെ അവിടുത്തെ പാർട്ടി ലീഡർഷിപ്പും കൂടി ആവശ്യപ്പെട്ടാൽ അതിനെക്കുറിച്ച് അത് DCC പരിഗണിക്കും. ഈ കടവത്തൂരിലൊരു EK പവിത്രൻ എന്ന ആളാണ് ഈ പരാതികളുമായൊക്കെ മുന്നോട്ട് പോകുന്നത്. EK പവിത്രന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്കല്ലാതെ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടാൻ കഴിയുമോ? അതിപ്പോൾ മനോജ് ചോദിക്കുമ്പോൾ മനോജിനെന്തോ അതിനകത്ത് എന്തെങ്കിലും കൃത്യമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. എനിക്ക് ഇല്ല, അങ്ങനെ എന്താ സംശയങ്ങളുണ്ടോ? പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, അങ്ങനെ നമ്മുടെ ആൾക്കാരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതി ഈ സാജുവിന് സാജുവിന് മാത്രമല്ല, അങ്ങനെ ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതിനെപ്പറ്റി അന്വേഷിച്ചോ? കാരണം എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് പിന്നെ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ അത് വെളിപ്പെടുത്താനായിട്ടില്ല എന്നാണോ? എനിക്കതിനകത്ത് വ്യക്തമായ ഒരു സൂചന എനിക്കതിനകത്ത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്.
എന്തായാലും പാർട്ടി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. പാർട്ടിയെല്ലാം നിരീക്ഷിക്കും. അത് ഇതിൽ ഈ സാജു ഈ ഡയറക്ടർ ബോർഡ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മുന്നേ ചെയ്ത ആ കുറ്റം ഇല്ലാതാകുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വരികില്ലേ അവിടെ? ഇതിനകത്ത് മുന്നേ ചെയ്തൊരു കുറ്റമായിട്ട് നമ്മളതിനെ കാണരുത്. ഈ കുറ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു ധനകാര്യ സ്ഥാപനത്തിൽ, ഒരു ആശുപത്രിയിൽ, ബാങ്കിലെല്ലാം നമ്മളത് പറയുമ്പോൾ കുറ്റം എന്ന് പറയണമെങ്കിൽ അതിനകത്ത് അദ്ദേഹം ഒരു അഴിമതി ചെയ്തിട്ട് കണ്ടുപിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ വേറൊരു രംഗത്ത്, ഇത് ഒരു ബൈ മിസ്റ്റേക്ക്, അതായത് നമ്മൾ ചിലപ്പം നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് പോകുമ്പം അവിടെ ഡ്യൂ ഉണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ കേസ്, ഇപ്പം നമ്മളൊക്കെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയാൽ ഭയങ്കര അവിടെ ഇവിടെയും വഴിതടയിൽ ഇങ്ങനെ ഏത് സ്റ്റേഷനിലെ കേസുള്ളതെന്നൊന്നും കൃത്യമായിട്ട് വരില്ല. അവസാനം DGP കൊടുത്തിട്ട് അവിടെ നിന്നെല്ലാം വിട്ടിട്ടുണ്ട് കേരളത്തിലെവിടെയാണ്. അത് ചിലപ്പോൾ ചിലർ ശ്രദ്ധിക്കില്ല. ബാങ്ക് ലോൺ ചിലപ്പം ശ്രദ്ധിക്കില്ല. അത് ചിലപ്പം പിന്നെ ടെലിഫോണിൻ്റെ ബില്ല് കിടപ്പുണ്ടാവും പണ്ടേ. അത്ര ഒരു നെഗ്ലിജൻസ് വരുള്ളൂ. അതായിട്ട് ഇതിനെ അങ്ങനെ കൂട്ടേണ്ട ഒരു കേസല്ലേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു ഡയറക്ടർ അത് പെട്ടെന്ന് അതിനെപ്പറ്റി ഇതായിട്ടില്ല. അതൊരു സീരിയസ് മാറ്ററായിട്ട് നമ്മൾ അതിനകത്തൊരു കുറ്റമായിട്ട് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി. അവിടെ ഈ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഈ നവീകരണ പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് 1,65,00,000 എത്രയോ അങ്ങനെയുള്ള വലിയ തോതിലുള്ള തുക ചെലവഴിച്ചു. വലിയ തോതിലുള്ള ആകെ 40 ലക്ഷത്തിൻ്റെ കാര്യത്തിന് ഇത്രയും വലിയ തുക അവിടെ കാണിച്ചു എന്നൊക്കെയാണ് ഈ ഡയറക്ടർമാർ പറയുന്നത്. അത് നിങ്ങളുടെ ഡയറക്ടർമാരാണ്, DCC സെക്രട്ടറി ആയ ആളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അഴിമതി നടന്നു എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങളുടെ ഡയറക്ടർമാർ തന്നെ പറയുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ട വിഷയം കൂടിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ ഈ രണ്ട് ആൾക്കാരെ, ഡയറക്ടർമാരെ മുഴുവൻ വിളിച്ചിരുത്തി സംസാരിച്ച് കാര്യങ്ങൾ ഇന്നതായിരുന്നു ഇതെല്ലാം പറഞ്ഞ് ബോധ്യമായി പോയിരിക്കുന്നതല്ലേ. ആ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. പുതിയ പല ഡെവലപ്മെൻറ്റ്സും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ A to Z കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു. പാർട്ടിയുമായിട്ട് പാർട്ടി അറിയുന്നുണ്ട്. പാർട്ടിയുമായി സംസാരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. അത് അങ്ങനെ ഒരു എന്നും കരുതി പാർട്ടി അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോയി കൈകടത്താനൊന്നുമില്ല. കാരണം ഓരോരോ പ്ലാനുകൾ ഇപ്പം മറ്റ് ബിൽഡിങ് ഇതിൻ്റെ വരുന്നു, അങ്ങനെയുള്ള വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയുണ്ട് പറയുന്നതല്ലാണ്ട് നമ്മൾ പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും പാർട്ടിയില്ല. പക്ഷേ അത് മാന്യമായി പോകണം. ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള ഒരു സ്ഥാപനം എന്നുള്ളത് കൊണ്ട് അതിന് യാതൊരുവിധ പേരുദോഷം വരരുത് എന്നുള്ളത് ഏതൊരു പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ DCC എന്ന് മാത്രമല്ല, ഒരു പാർട്ടിക്കാരനെ ഇന്ദിരാപ്രദേശിൻ്റെ പേര് ഉള്ളൊരു സ്ഥാപനം കളങ്കപ്പെടരുത്, അതിനകത്ത് വേറൊരു ഇത് വരരുത്. നല്ല ഭയങ്കരമായ തിരക്കുള്ള ഒരു വലിയൊരു ആശുപത്രിയല്ലേ അത്. അപ്പോൾ അതിൻ്റെ ആ പവർ ഫുള്ളായിട്ട് നിലനിൽക്കണമെന്നാണ്. ഒറ്റ കാര്യം കൂടി, അതിൽ ഈ K. സുധാകരൻ്റെ അടുത്ത ബന്ധു അവിടെ ഒരു ജീവനക്കാരനായി വരുന്നു, അദ്ദേഹത്തെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിനുശേഷമാണോ ഇത്തരം ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ തുടങ്ങിയത്? ഇത്തരം ഈ ഡയറക്ടർമാരൊക്കെ പാർട്ടിയുടെ ഒരു പാർട്ടി പ്രസിഡൻ്റാക്കിയ ഒരാൾക്കെതിരെ ഇങ്ങനെ നീങ്ങുന്നതൊക്കെ അതിനുശേഷമാണോ? അങ്ങനെ എന്തെങ്കിലും സംശയം? K. സുധാകരൻ്റെ ബന്ധു അവിടെ ഇപ്പോൾ ജോലിക്ക് വന്നതും അദ്ദേഹം അവിടെ പോയതെല്ലാം വേറെ. അതിനകത്തും K. സുധാകരൻ ഇപ്പം K. സുധാകരൻ്റെ ബന്ധുവാണെങ്കിൽ അവിടെ നിലനിർത്താനോ അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പുള്ളി അവിടെ നിന്ന് മാറിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് വേറെ ഇതല്ല. അതിനകത്തൊന്നും K. സുധാകരനും ഇപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, KPC പ്രസിഡന്റ് വിചാരിച്ചാൽ ഈ സസ്പെൻഷൻ വേണ്ടെന്ന് വെച്ചാൽ ഈ ഭാരവാഹിത്വം നീക്കം ചെയ്യേണ്ടെന്ന് KPC പ്രസിഡന്റ് തീരുമാനിക്കുന്ന തീരുമാനിച്ചാൽ ഇപ്പോൾ സാജുവിനെ ഡയറക്ടറാക്കണം, KPC പ്രസിഡന്റ് പറയുന്നത് സാജുവിനെ അതെന്തിനാ ഡയറക്ടർ? KPC പ്രസിഡന്റ് അതിൻ്റെ സംഘടനാപരമായ നേർരേഖയിലൂടെ പോകണമെന്നുള്ളതല്ലാണ്ട് ഇന്ന് വരെ ഒരു വിഷയങ്ങളിലും KPC പ്രസിഡന്റ് വേണ്ടാണ്ട് ഇടപെടലില്ല. അത് KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് KPC പ്രസിഡന്റ് ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും KPC പ്രസിഡന്റ് നിൽക്കില്ല. KPC പ്രസിഡന്റ് ഒരു നേച്ചർ അതാണ്. അദ്ദേഹം അതിനെ നേരെ പോകുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ KPC പ്രസിഡന്റ് നിലപാടുകൾ സ്വീകരിക്കാറുള്ളൂ. നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോകുന്നു. ഇനി
തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മറ്റ് ജില്ലാ ഘടകങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കമ്മിറ്റികളൊക്കെ തന്നെ സജീവമാക്കിയ ഒരു കാര്യമൊക്കെയാണ് കണ്ണൂരിൽ നടന്നത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കിട്ടിയത്. ഈ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അത് ഏറ്റവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണേ ആയിരിക്കില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും. അപ്പോൾ വോട്ടിംഗ് പാറ്റേൺ ആകെ മാറുമ്പോൾ വലിയ വെല്ലുവിളികൾ വരികയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടി. ഇനി എന്തായിരിക്കും ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടി എടുക്കാൻ പോകുന്ന തന്ത്രങ്ങൾ? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തികച്ചും പ്രാദേശികപരമായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് വാർഡ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് രാഷ്ട്രീയം വരും, ജില്ലാ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി രാഷ്ട്രീയം വരും, അങ്ങനെ ഒരു ഘട്ടം. പക്ഷെ പ്രാദേശികപരമായി ആ പ്രാദേശിക സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ മികവും സംഘടനാപരമായി അവിടെ ഉള്ള ഇത് രണ്ടും കൂടി സമന്വയിച്ചിട്ടാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ, വാർഡ് തെരഞ്ഞെടുപ്പുകൾ. അതിന് അനുയോജ്യമായ സ്ഥാനാർത്ഥി, പാർട്ടി കൂറുള്ള ആ പാർട്ടിക്ക് വർക്ക് ചെയ്യുന്ന അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ വാർഡ് തലത്തിൽ നിന്ന് അവരുടെ നിർദ്ദേശാനുസരണം അത് തെരഞ്ഞെടുപ്പ് വരികയും അവരെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് KPCC. അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ തന്നെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കോർ കമ്മിറ്റികൾ ഇപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജില്ലാ തലത്തിലുണ്ട്, നിയോജകമണ്ഡലം തലത്തിലുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മണ്ഡലങ്ങൾ രണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആ 2 മണ്ഡലം കൂടി ഒന്നിച്ചൊരു പഞ്ചായത്തായിട്ട് തന്നെ വിഭജിച്ച് പഞ്ചായത്ത് മണ്ഡലങ്ങൾ കൂട്ടിച്ചേർത്ത് പഞ്ചായത്തുകളായിട്ടാണ് നമ്മളിപ്പോൾ കോർ കമ്മിറ്റികളൊക്കെ ആക്കി നമ്മളെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ 1500ഓളം വാർഡുകളിൽ നമ്മൾ കൃത്യമായ മിനിറ്റ്സ് ബുക്ക്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മിനിറ്റ്സ് ബുക്ക് 150 പേജുള്ള മിനിറ്റ്സ് ബുക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ എല്ലാ വാർഡിലേക്കും, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വാർഡിലേക്കും മിനിറ്റ്സ് DCC തന്നെ പുതിയ വാർഡ് കമ്മിറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ 30 നമ്മളതിൻ്റെ ഡേറ്റ് കൊടുത്തത്. ഈ നമ്മൾ 15 വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഡേറ്റ് കുറച്ചും കൂടി നീട്ടി സെപ്റ്റംബർ 30 കണ്ണൂർ ജില്ലയിൽ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാനും അതിൻ്റെ കൃത്യമായ ആ മിനിറ്റ്സിൽ നമ്മൾ കൊടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊടുക്കുന്ന മിനിറ്റ്സിൽ, അതിപ്പോൾ കണ്ണൂരിലാണ് അത് ആദ്യമായിട്ട് അത് തുടങ്ങിയത്. മറ്റ് ജില്ലകളിലേക്കും ആ മിനിറ്റ്സ് കണ്ണൂർ ജില്ലയിലെ ആ മാതൃക പോലെ മറ്റ് ജില്ലകളും മിനിറ്റ്സ് ബുക്ക് കൊടുക്കണമെന്ന് അതാത് ജില്ലകളിലെ DCC പ്രസിഡന്റുമാർ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജില്ലയിൽ മിനിറ്റ്സ് ബുക്ക് അടിച്ച് കൊടുത്തു കഴിഞ്ഞു, നേരത്തെ തന്നെ കൊടുത്തു. ആ മിനിറ്റ്സിലാണ് ഇപ്പം വാർഡ് കമ്മിറ്റികളുടെ പ്രഥമ യോഗങ്ങളെല്ലാം ചേർന്ന് വാർഡ് കമ്മിറ്റി രൂപീകരണ പ്രക്രിയകൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ മുതൽ അതിന് നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ KPCC അതിനുവേണ്ടി ചാർജ് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി മജീദ് തറയിലുണ്ട്. അതുപോലെ KPCCയുടെ തന്നെ നിലവിലുള്ള ചാർജുള്ള PM ന്യാസ്, KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ദൈനംദിനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദൈനംദിനമായി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വമുണ്ട്. മറ്റ് നമ്മുടെ ഉന്നതാധികാര സമിതിയിലുള്ള മറ്റ് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ തന്നെ ഇതുമായി എല്ലാവരും അതിനകത്ത് എല്ലാവരുടെയും ആരും അതിനകത്ത് മാറിയിരിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര നേതൃത്വം AICCയുടെ ചാർജ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ആ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെ ആ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ അതിനുള്ള പ്രചോദനം നൽകുന്നുണ്ട്. ഈ KPCC പ്രസിഡന്റ് ചാർജ് എടുത്ത് ആ ഘട്ടത്തിൽ വലിയ നടത്തിയൊരു പ്രഖ്യാപനമാണ് CUC രൂപീകരണം. അത് പക്ഷേ വേണ്ടത്ര വിജയം കണ്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതിനകത്ത് നമുക്ക് ഓരോരോ സംഭവങ്ങൾ ഓരോന്ന് CUCയുടെ രൂപീകരണം നമ്മൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ CUCൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, ചിലയിടത്ത് അത് ഇല്ലാതെ. പക്ഷേ
അതുകൊണ്ടുണ്ടായ വലിയൊരു നേട്ടം എല്ലാ തലത്തിലും നമ്മളെ CUC-യുടെ ക്യാമ്പ് നടന്ന് 2 ദിവസത്തെയും 1 ദിവസത്തെയും ഒക്കെ ക്യാമ്പ് നടന്ന് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും മറ്റ് ഒരുപാട് അവയർനെസ് ജില്ലയിലുള്ള സ്റ്റേറ്റിലെ വർക്കേഴ്സിന് ഒരുപാട് അവയർനെസ് കൊടുക്കാൻ പറ്റി സാധിച്ചിട്ടുണ്ട്. അന്നേരം നല്ല ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ അത് ആ ലെവലിൽ അതും വലിയ ഒരു പരാജയം ഒന്നും ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു അവയർനെസ് അത് വീണ്ടും തുടങ്ങണം എന്ന് വീണ്ടും ഓരോരോ സംഭവങ്ങൾ അതാത് സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പാകുന്നൊരു ഉണ്ട്. അവിടെയാണ് ഭാരത് ജോഡോ യാത്ര വന്നത്. ഭാരത് ജോഡോ യാത്ര വന്നപ്പോൾ സത്യത്തിൽ ഒരു വലിയൊരു സംഭവമല്ലേ. ആ ഭാരത് ജോഡോ യാത്രയിൽ ഏറ്റവും അധികം ആളുകളെ തൃശ്ശൂരെത്തിച്ച് കണ്ണൂർ ജില്ലയാണ്. പിന്നെ സംഘടനാപരത്തിൽ ഒരുപാട് അത്തരം കാര്യങ്ങൾ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. മനോജ് ഓർക്കുന്നുണ്ടോ, പ്രഥമ പ്രിയദർശിനി അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് രാഹുൽ ഗാന്ധിയുടെ ഒരു പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്വന്തമായി സംഘടിപ്പിക്കാൻ പറ്റി സാധിച്ചു എന്ന് വലിയ, കാരണം കണ്ണൂരിലെ ഒരു കുലപതിയാണ് കഥാകൃത്ത് ടി പത്മനാഭന്. അത് നമ്മൾ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച ഉടനെ തന്നെ അതിന് AICC, അതിന് KC വേണുഗോപാൽ AICC സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി അത് പ്രത്യേക താല്പര്യമെടുത്ത് KPC പ്രസിഡന്റ് താല്പര്യമെടുത്ത് അത് കൃത്യമായി നമുക്കിവിടെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതുപോലെ കണ്ണൂരിലെ പ്രമുഖരായ കണ്ണൂരിലെ പ്രമുഖരായ 250 സാംസ്കാരിക രംഗത്തുള്ളവരെ അവർക്ക് പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു നല്ല ഒരു പത്മനാഭൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ പണ്ടത്തെ കോൺഗ്രസിൽ നിന്ന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ടി പത്മനാഭൻ സംസാരിച്ചത്. അതിൽ അദ്ദേഹം വന്ന് അവിടെ എൻ്റെ പേരെടുത്ത് പറഞ്ഞതിൽ ഞാൻ മനോർക്കുന്നുണ്ടാവും. എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഇന്ത്യ പൊളിറ്റിക്സിലെ മുഴുവൻ നേതാക്കന്മാരെയും കൃത്യമായി അവരെ അളന്നു തൂക്കി ആ പറയുന്നതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് ദോഷവശങ്ങളും പറയാറുണ്ട്, നല്ല വശങ്ങളും പറയാറുണ്ട്. എല്ലാം കൃത്യമായ അസസ്മെൻറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നടത്തുന്ന അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മളെപ്പറ്റി അങ്ങനെ നന്നായി പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. എന്തായാലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ വോട്ടുകൾ, അത് ചെറിയ വോട്ട് 1-2 വോട്ടിന് പോലും ഫലം മാറുന്നത് നേരത്തെ മട്ടന്നൂരിലൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തവണ ഇങ്ങനെ ആയിരിക്കണം എന്ന് എന്തെങ്കിലും ഫോർമുലകൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ഇത്തവണത്തേക്ക്? ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായി താഴെ തട്ടിൽ, അതായത് വാർഡ് കമ്മിറ്റി അവരുടെ പ്രപ്പോസൽ അത് അവർ കൃത്യമായി യുനാനിമസ് ആയിട്ട് അവർ തന്നാൽ അതിനകത്ത് ഒരു ഇടപെടലുകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തില്ല. കാരണം ഇതിനകത്ത് ഇത് കൊടുക്കേണ്ടത്, ചിഹ്നം കൊടുക്കുന്ന DC പ്രസിഡന്റ് നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അതിനകത്ത് KPCC ഒരു കമ്മിറ്റിയെ തീരുമാനിക്കും. അവരുടെ ഭാഗത്തുനിന്ന് അതിനെ DCC പ്രസിഡന്റ് കൺവീനറായിട്ടുള്ളൊരു കമ്മിറ്റി സാധാരണ. നമ്മുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളും അതിനകത്ത് ഒരു നടപടികളും ഉണ്ടാകില്ല. ഒരു ഇറക്കുമതി ഉള്ള അത് നമ്മുടെ പ്രവർത്തകർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടാകുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ എങ്ങനെയാണ് വരുന്ന ഓരോരോ സാഹചര്യങ്ങളുണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ഒരു തത്വത്തിലുള്ള നമ്മുടെ ഒരു നയം KPCCയും പറഞ്ഞിരിക്കുന്ന ഒരു നയം അതാത് തലങ്ങളിൽ നിന്നുള്ള ഒരു ഇപ്പോൾ വാർഡ് കമ്മിറ്റി ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുന്നു, വാർഡിന് പുറത്തുള്ള ഒരാൾ ഇന്ന ആള് നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടാൽ അതനുസരിച്ച് നിലപാട് സ്വീകരിക്കും. അത് ആ വാർഡ് കമ്മിറ്റിക്കായിരിക്കും അതിൽ കൂടുതൽ അതിൻ്റെ പൂർണ്ണമായ സ്ഥാനാർത്ഥിയെ അവരെ ആര് നയിക്കണമെന്ന് മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള പാഠം കൂടി ഉൾക്കൊണ്ട് തന്നെയാണോ അത്തരം അല്ലാത്ത സമീപനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടില്ലേ? ശരിക്കും ചിലയിടത്തൊക്കെ അത്തരം സംഭവങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലർ ഉൾക്കൊള്ളൂല, ചിലർ ഉൾക്കൊള്ളും. പക്ഷെ അത് ആ പോയി നിൽക്കുന്ന കാൻഡിഡേറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല.
ഇപ്പോൾ ചിലരവിടെ എന്തിനാ പുറത്തു വന്ന് അത് ചില ആഗ്രഹങ്ങളുണ്ട്. ഇത് വലിയൊരു ജനാധിപത്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ്. ഒരുപാട് നേതാക്കന്മാർ മത്സരിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെക്കാൾ കഠിനമായിരിക്കും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, അല്ലേ? അത് ഉറപ്പല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കറിയാം ആഗ്രഹങ്ങളൊരു ഉണ്ടാവും. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരും. അവർ പ്രായോഗിക, കാരണം ഇത് വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആർക്കും അതിലുള്ള സീറ്റ് ചോദിക്കാനും മത്സരിക്കാനും ഒക്കെ കഴിവും പ്രാപ്തിയും ഉള്ളവരൊക്കെയുള്ള പാർട്ടിയാണ്. 50% വനിതകൾക്കും പോയി. അപ്പോൾ 50% വനിതകൾക്ക് പോയതുകൊണ്ട് വനിതകളുടെ ഇടയിൽ വലിയ വിഷയങ്ങളില്ല. പക്ഷേ ഇപ്പോഴത്തെ സാധാരണഗതിയാണ്. സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആഗ്രഹങ്ങളുള്ളവരുണ്ടാവും. അതിനൊന്നും നമുക്ക് തള്ളിപ്പറയാനൊന്നും പറ്റത്തില്ല. കാരണം അവരൊക്കെ പണിയെടുക്കുന്നുണ്ട്, അവർക്ക് മത്സരിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ ആൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, വന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി കൊള്ളാം എന്നായിരിക്കും പാർട്ടി തീരുമാനിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് ഈ സ്ഥിരമായി മത്സരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള ചർച്ചകൾ വരുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ആ കാര്യത്തിലുള്ള ഒരു തീരുമാനം? സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾ മാറി നിൽക്കണം എന്നുള്ളത് തത്വത്തിലുള്ള ഒരു തീരുമാനമായിട്ട് പറയാമെങ്കിലും അത് KPCC എന്താണ് അതിനകത്ത് നിലപാട് സ്വീകരിക്കുന്നത്? KPCC പറയുന്ന നിലപാടാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അവർ അങ്ങനെ ഇന്ന ടൈം ഇത്രയും കാലം, കഴിഞ്ഞ തവണ ഞാൻ മത്സരിക്കുന്ന ലീഗ് കോർപ്പറേഷനിൽ അല്ലേ 3 ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നല്ലാണ്ട് DCCക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെയൊക്കെ ആഗ്രഹം ആ രീതിയിൽ തന്നെ ആയിരിക്കും. സ്ഥിരമായി മത്സരിക്കുന്നവരെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെ ആയിരിക്കില്ലേ? അത് അനിവാര്യമായവരെ മത്സരിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ മാറി നിൽക്കണമെന്ന് തന്നെയായിരിക്കുമല്ലോ. അതിപ്പോൾ എൻ്റെ മാത്രം സ്വാഭാവികമായും എല്ലാ ഒരു പൊതുപ്രവർത്തനം എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും. കാരണം കണ്ട മുഖങ്ങൾ തന്നെ മാറട്ടെ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചിലർ വേണ്ടി വരുമായിരിക്കും. ജയിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ മുന്നിൽ നേതൃത്വത്തിൽ നിൽക്കണം. അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ പ്രാദേശികപരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അതിനെയൊക്കെ കാണാൻ പറ്റും. ഈ വാർഡ് പുനർവിഭജനം വരികയാണ്, ഓരോ വാർഡ് അധികമായി. അപ്പോൾ മൊത്തത്തിൽ ഘടനയാകെ മാറും. ഇത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഒരു ഭീഷണിയാകേണ്ട സാധ്യതകളൊന്നുമില്ല. ഇപ്പം മറ്റ് കൂട്ടിച്ചേർക്കലും ഇതൊന്നും അല്ല ഉള്ള വാർഡിലെല്ലാം മുറിച്ചിട്ട് ഇതാക്കാം. പക്ഷെ അത് CPMന്റെ ഒരു സ്വഭാവം വെച്ചിട്ട്, LDFന്റെ സ്വഭാവം വെച്ചിട്ട് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പക്ഷെ എങ്ങനെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അത്രമാത്രം ജനങ്ങൾ ഇവരെ വെറുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ബൈ ഇലക്ഷനുകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചത്, സാധാരണ ബൈ ഇലക്ഷനുകൾ ഭരിക്കുന്ന ഗവൺമെൻറ് CPM ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ കൃത്യമായി അവർക്ക് വലിയ മെജോറിറ്റി ഉണ്ടാകാറുണ്ട്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വന്ന ബൈ ഇലക്ഷനുകളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ CPMന് തന്നെ വലിയ പരാജയമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായിരിക്കുമല്ലോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ഈ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ തന്നെയാകും പ്രചരണം നടത്തുക. നിങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസം നൽകുകയാണോ? നിങ്ങളുടെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള അത്രയും ആത്മവിശ്വാസത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? നമ്മളുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞാൽ എന്ന് പറയുന്നതിലായിരുന്നു. നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിച്ചു പറ്റും. ഒരുപാട് സമരങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഈ ക്യാമറ മുതൽ അതുപോലെ തന്നെ കേരളയിൽ വേണ്ട കേരളം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിയ സമരങ്ങൾ അതൊക്കെ വിജയിച്ച സമരങ്ങളാണ്. ഒരുപാട് കാരണം ഇപ്പോൾ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതുപോലെ ആനമതിലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുപാട് സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്താനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഈ വില വർധനവ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു വല്ലാതെ അവനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിലവർദ്ധന. കാരണം അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വിതരണത്തിലുണ്ടാകുന്ന അപാകതകൾ, പിന്നെ അത് ജീവനക്കാരുടെ ഈ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം DA ആയി ബന്ധപ്പെട്ട് എത്രയോ ഗഡുക്കളാണ് ഇപ്പം
കൊടുക്കാനുള്ള ജീവനക്കാരുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ, ഉച്ചഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ എല്ലാ രംഗത്തും തീർത്തും പരാജയമായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എത്രയോ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ക്ഷേമ പെൻഷൻ 1 രൂപ കൂട്ടാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, അത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്. അതിൻ്റെ ഇടയിലാണ് കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവ വികാസങ്ങൾ നടക്കുന്നത്. ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്നത് എന്താണ്? പോലീസ് മാഫിയ. എന്തൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ADGPയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാനത് ഓരോന്നും പറയുന്നില്ല, ദൃശ്യമാധ്യമങ്ങളിലൂടെ സമൂഹം മൊത്തം കേൾക്കുന്ന കാര്യങ്ങളാണ്. ഞെട്ടി വിറങ്ങലിച്ചു പോയല്ലേ. എന്നിട്ട് എന്താ ഗവൺമെൻറ് ചെയ്യുന്നത്? അന്വേഷിക്കാൻ വേണ്ടി ചെയ്തെന്താ? എന്തൊരു പരിഹാസം. അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഓഫീസറെ വെക്കുക അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ADGP വരിക, ഈ റിപ്പോർട്ടൊന്നും എന്നെ ഏൽപ്പിക്കട്ടെ. ഈ DGP ആരാന്ന് പോലും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയൂ. ഇവിടുത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് മനോവിനും അറിയൂ. ഈ പവർ ഗ്രൂപ്പ് ഈ എന്താ സ്ത്രീകളുടെ ഹേമ കമ്മിറ്റിയിൽ മാത്രമല്ലല്ലോ പവർ ഗ്രൂപ്പുള്ള. ഇവർ പറയുന്നത് പി ശശിയാണ്. ആരാ പറയുന്നത്? അൻവറാ പറയുന്നത്. ഞാൻ പി ശശിയെ പറ്റി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പി ശശി നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ആ പി ശശി അന്ന് എങ്ങനെയാണ് ഭരിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി CPMൻ്റെ ലീഡർഷിപ്പിലുള്ളവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് കൃത്യമായി CPMൻ്റെ ലീഡർഷിപ്പിലുള്ളവരോട് ചോദിച്ചാലും കൃത്യമായി കിട്ടുന്ന കാര്യങ്ങൾ അവരത് രഹസ്യവും പരസ്യവുമായി പറയുന്നവരുണ്ട്. അത് ഇപ്പോൾ ചെയ്യുന്നതും ഈ അൻവർ കൃത്യമായി പറയുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമില്ല, അത് ശശിയുടെ അടുത്തേക്ക് എത്തുക, ശശി അത് കീറി ചവറ്റുകോട്ടയിൽ ഇട്ടും എന്ന് പറയുന്നത് PV അൻവറാണ്. അപ്പോൾ എവിടെ എത്തി കാര്യങ്ങൾ? ആരാണ് തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ IAS ജയിലിൽ പോയി. എന്തിനാ പോയി? ആരാണ്? പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന IAS ഓഫീസറല്ലേ? അദ്ദേഹമല്ലേ ജയിലിൽ പോയിരിക്കുന്ന? ആർക്ക് വേണ്ടിയാണ് പോയത്? അദ്ദേഹത്തിന് വേണ്ടിയാണോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസ് കെട്ടുകളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ്? ലൈഫ് മിഷൻ പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? ആരാണ് അഴിമതി നടത്തിയത്? ആ പദ്ധതിയിൽ അഴിമതി നടത്തിയത് ആരാണെന്ന് കൃത്യമായി പുറത്തു വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകളിൽ നടത്തുന്ന അഴിമതികൾ കൃത്യമായി പൊതുസമൂഹത്തിനറിയാം. എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് അറിയാം. ഏതെല്ലാം രീതിയിലാണ് അവർ പണം സമ്പാദിക്കുന്നത്. അതുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞ പോലെ തട്ടിപ്പിന്, സാധാരണ CCTV തട്ടിപ്പിന് വേണ്ടി ക്യാമറ വെക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടത്. ഈ ക്യാമറ വെച്ചിരിക്കുന്നത് തട്ടാൻ വേണ്ടിയിട്ടല്ലേ? തട്ടിപ്പിന് വേണ്ടിയിട്ടല്ലേ? അല്ല, ഒന്ന് പറയാൻ പറ്റുമോ? അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ആൾക്ക് അറിയില്ലേ? ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസിൻ്റെ കാര്യത്തിൽ എന്താ നടക്കുന്നത്? ഒരു CIയുടെ അടുത്ത് പരാതി കൊടുക്കാൻ വേണ്ടി പോയിട്ട് ഒരു സ്ത്രീക്കുണ്ടായ അനുഭവം, അത് DYSPക്കുണ്ടായ, രണ്ടാമത് DYSP എന്താണ് ചെയ്തത്? SP എന്താണ് ചെയ്തത്? ആ മലപ്പുറം SPയുടെ സുജിൻദാസിൻ്റെ അവസ്ഥ എന്താണ്? എത്രയെത്ര കേസുകളാണ്? ഇതൊക്കെ എന്താണ് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നത്? ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇവരെ കൊണ്ട്, ഇപ്പോൾ ADGPനെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് ഇവരെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ പിന്നെ നടക്കൂ. ഈ മുഖ്യമന്ത്രിയുടെ ഗൾഫിൽ വിദേശയാത്രയിൽ പോകുന്ന ആരനുവാദം കൊടുത്തിട്ട് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ ഇവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ? ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ? അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇതൊക്കെ അറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതല്ലേ? എന്തുകൊണ്ട് ഈ പേജുകൾ, പ്രധാനപ്പെട്ട പേജുകൾ മാറ്റി വെച്ചിട്ട് പിന്നെന്തിനീ റിപ്പോർട്ട്? നമ്മളൊന്ന് വസ്തുനിഷ്ഠമായി ചിന്തിച്ച് നോക്ക്. ഒരു റിപ്പോർട്ട് വേണ്ടിയിട്ട് ഉന്നതരായ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിനെയും IAS ഓഫീസർ, നമുക്ക് സാങ്കല്പികമായി UDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ആ റിപ്പോർട്ട് മുഴുവൻ നിങ്ങൾ പുറത്തുവിടുമായിരുന്നു? പുറത്തുവിടണമല്ലോ.
ഞാനിത് ഇത്രയും അതിൽ ഒരു സാങ്കേതികമായ കാര്യം, ഇപ്പോൾ ഒരു കമ്മിറ്റി വരുന്നു, ആ കമ്മിറ്റിക്ക് കുറേ ആളുകൾ മൊഴി കൊടുക്കുന്നു, ആ മൊഴിയിൽ പല ആളുകളുടെയും പേരുകൾ പറയുന്നു, ആ പേരുകളൊക്കെ തന്നെ പൊതുസമൂഹത്തിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്നത് ശരി, ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ താങ്കൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? ശരിയാണോ തെറ്റാണോ? പലരുടെയും പേര് അതിനകത്തുണ്ടാകും. പല കാര്യങ്ങളും ശരിയോ യാദൃശികമായി അവരുടെ കേട്ടുകേൾവി മൂലം പറഞ്ഞതോ മറ്റോ ആകാം. ആ പേരുകളൊക്കെ അവിടെ വരികയാണ്. ഈ പേരുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് ശരിയോ തെറ്റോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ എന്താണ്? അതിനകത്ത് ഞാൻ ചോദിക്കട്ടത്, ഈ മൊഴികൾ പറയുന്നതനുസരിച്ച് മുഴുവൻ എഴുതി വെക്കുക എന്നുള്ളതല്ല. അതിന്റെ ഒരു സംശയം. കമ്മീഷൻ മാത്രമാണ്, അന്വേഷണം അല്ലല്ലോ. അവർ കേട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നു, അത് റിപ്പോർട്ടായി ചെയ്യുന്നു. അല്ല, അതിനകത്ത് പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പുറത്തും അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പം നിവിൻ പോളിയുടെ കേസ് വന്നു. നിവിൻ പോളി കൃത്യമായിട്ട് ഇറങ്ങി കാര്യങ്ങൾ എന്തായി സംഭവം. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് കുടുങ്ങിക്കോട്ടെ, കുറച്ച് പേര് കുടുങ്ങണ്ടെന്നുള്ള നിയമം എല്ലാവർക്കും ഒരേപോലെയാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. അല്ലേ? നിയമം എല്ലാവർക്കും ഒരേപോലെയല്ലേ? അത് ആരും ആയിക്കോട്ടെ, ഏത് UDF-ൽ ഉന്നതായിക്കോട്ടെ, LDF-ലായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. നിയമം എന്താ? ഈ സിദ്ദിഖിന് ഒരു നിയമം, മറ്റവർക്കൊരു നിയമമാണ്. മഹേഷിന് ഒരു നിയമം, വേറെ നിയമമാണ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയല്ലേ? അതിൽ ഉന്നതരായവർ തന്നെയല്ലേ ഇവരൊക്കെ വന്നിട്ടുണ്ടല്ലോ, വരട്ടെന്നേ. പക്ഷെ ഈ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായി പൊതുസമൂഹം മനസ്സിലാക്കും. അതൊന്നും ഇത് നമ്മൾ പറഞ്ഞ ആൾ പറഞ്ഞ ഉടനെ അപ്പം വിശ്വസിക്കില്ല. അതിനകത്തുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമാണ് കൃത്യമായി അതിൻ്റെ എവിഡൻസ് അനുസരിച്ച്. അതുകൊണ്ട് അതിനൊരു ഉദാഹരണം നിവിൻ പോളി. ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ തന്നെ ഒരുപാട് അസസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ അതേ ഈ പറഞ്ഞൊന്നും വിഴുങ്ങിയിട്ടില്ല ആള്. അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ നന്നായിട്ട് ആൾ ഓരോരോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അല്ല, ഒരാൾ പറഞ്ഞ ഉടനെ ഇനി അതിന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവർക്കെതിരെ ഇഷ്ടംപോലെ കമൻസുകൾ അവർക്കെതിരെ വരുന്നില്ലേ? അത് നമ്മുടെ കേരള സമൂഹത്തിൽ അത് കൃത്യമായി എല്ലാവരും അസസ് ചെയ്യുന്നു. എല്ലാം കൃത്യമായി പൊളിറ്റിക്സ് ഉള്ള, അതായത് കൃത്യമായി വിശകലനം ചെയ്യുന്നവരാണ് കേരള സമൂഹത്തിലുള്ളത്. അവരതിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ തോതിലുള്ള ചർച്ചയാക്കുമ്പോൾ താങ്കൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു അംഗം കൂടിയാണ്, കണ്ണൂർ കൗൺസിൽ കൂടിയാണ്. കണ്ണൂർ കോർപ്പറേഷനെതിരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷ് തന്നെ വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. അത് പയ്യാമ്പലം ശ്മശാനവുമായി ബന്ധപ്പെട്ട് 11 ലക്ഷം രൂപ അവിടെ പിരിച്ചിട്ട് അത് കോർപ്പറേഷനിൽ അടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 ലക്ഷം രൂപയോളം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ് കൈപ്പറ്റിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിനെ ഒരു ഡയറി കുറിപ്പ് പോലും അദ്ദേഹം പുറത്ത് വിടുകയാണ്. ഈ ആരോപണങ്ങൾ ഒക്കെ വരുമ്പോൾ പാർട്ടി അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഇത്തരം ആരോപണങ്ങളെ ഉന്നയിക്കുമ്പോൾ മനോജിന് തന്നെ കൃത്യമായിട്ട് അറിയാം ഈ ആരോപണത്തിൻ്റെ ഒക്കെ പിന്നിൽ എന്താണ് ഉള്ളതെന്ന്. ഞാൻ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ DC പ്രസിഡൻ്റായപ്പോൾ ഞാൻ സൗരാർത്ഥ രാജിവെച്ചാണ്. ഈ അത്തരം ഒരു കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും നടത്താൻ പറ്റുന്നതല്ല. ഇത് ആരോപണങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ്. അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത്തരമൊരു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് എന്നുള്ളതും ഞാനിനി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ് മനോജിന് കൃത്യമായി അറിയുന്ന അദ്ദേഹം കൗൺസിലറായി മേയറാകാതിരുന്നു മുതൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് കൃത്യമായി മനോജിന് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി അദ്ദേഹം അതിന് കാണുന്ന ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ചെറിയ വിഷയങ്ങളുണ്ടായി. അപ്പോൾ അതിന് ഇദ്ദേഹം ഒന്നും അതിനകത്തൊരു കക്ഷികളെ എനിക്കറിയില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുള്ളി എപ്പോഴും ഈ UDF സംവിധാനത്തിനെതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലതവണയും അദ്ദേഹത്തെ വാൺ ചെയ്തതാണ്. പക്ഷെ ഒന്നും നിൽക്കാത്തതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടത്. അത് KPC പ്രസിഡന്റ് അതിനകത്ത് വലിയൊരു അടവിൻ്റെ സ്റ്റാൻഡ് എടുത്ത്, പ്രസിഡൻ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, KPC പ്രസിഡൻ്റാണ് പറഞ്ഞത് അദ്ദേഹത്തെ ഇനി
വെച്ചുകൊണ്ടിരിക്കില്ല, അദ്ദേഹത്തെ ഇനി പുറത്താക്കുക. കാരണം ബാങ്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ല, അദ്ദേഹം ചെയ്യുന്നില്ല, അദ്ദേഹം പക്ഷേ അതിൻ്റെ പിന്നിലെല്ലാം അദ്ദേഹമായിരുന്നു. ഈ PK രാഗേഷിനെ പാർട്ടിയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നത് തന്നെ വലിയ മണ്ടത്തരമായി പോയി എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടോ ശരിക്കും? അദ്ദേഹം മണ്ടത്തരം എന്നുള്ള ഒരു പ്രയോഗത്തിൽ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് തന്നെ വലിയൊരു ക്രൂരത. അദ്ദേഹം ജയിക്കുന്ന അദ്ദേഹം ഒരു കോൺഗ്രസ്കാരൻ എന്നുള്ള നിലയിലാണ്. അദ്ദേഹം ജസ്റ്റ് റിബലായിട്ട് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ അവിടെയുള്ള ഒരു കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ്, കോൺഗ്രസ് മാത്രമുള്ള അദ്ദേഹത്തെ കാണുന്നത് കോൺഗ്രസ്. അതായത് ജയിച്ചാലും അയാൾ സുമേച്ചിനെയാണ് നമ്മൾ KPC ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സുമേച്ചിനെയാണ് മേയറായിട്ട് നിർത്തുന്നത്, സ്ഥാനാർത്ഥിയായിട്ട്. ആ സുമേച്ചിനെ പോലെ ഒരാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് സ്വപ്നത്തിൽ പോലും അവിടെയുള്ള പഞ്ഞിക്കലെ കോൺഗ്രസ്സുകാർ വിശ്വസിക്കൂല. അപ്പം അതുകൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിന് വോട്ട് ചെയ്തത്. അദ്ദേഹം വിജയിച്ചാൽ കോൺഗ്രസ്സിൽ തന്നെ നിൽക്കും, വോട്ട് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? പ്രഥമ കോർപ്പറേഷൻ കൊണ്ട് CPM കൊടുത്തു. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളെ തിരിച്ച് ഈ ഒരു 4 വർഷം അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹത്തെ വരാൻ താല്പര്യം പ്രകടിപ്പിക്കും. അതാണ് ഈ പാർട്ടിയുടെ. കാരണം ഈ പാർട്ടിയിലേക്ക് വരാൻ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിൽ K. സുധാകരൻ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? K. സുധാകരൻ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നതിൽ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല, K. സുധാകരൻ ഒരു പരാജയം സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അത് K. സുധാകരനല്ല, മാർട്ടിൻ ജോറായാലും ആരായാലും പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് എടുക്കാൻ തെറ്റ് തിരുത്തൂല. ആരായാലും ഒരു പശ്ചാത്തലം ആർക്കായാലും ഉണ്ടാവുമല്ലോ. ആ തെറ്റ് തിരുത്തിയ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മളത് തിരിച്ചെടുക്കും. അത് സ്വാഭാവികമല്ലേ. പക്ഷെ വന്നാൽ എന്ത് ചെയ്യണം? വന്നാലെങ്കിലും ഇത് പണ്ട് ചെയ്ത ഒരു അബദ്ധം പറ്റിയിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. വന്നാലെങ്കിലും ഒന്ന് യോജിച്ച് നിൽക്കാൻ ശ്രമിക്കണ്ട. അല്ലെങ്കിൽ ഇന്ന പോസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ വരുന്നത് ശരിയുണ്ടോ? ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മൾ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാലോ. ഇപ്പോഴും ഒരു വലിയ തലവേദനയായി നിൽക്കുകയാണ് PK രാഗേഷ്. അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും അദ്ദേഹം തുടരുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അദ്ദേഹം ഇപ്പം കോൺഗ്രസുമല്ല, കോൺഗ്രസിനെ എതിരായി നിൽക്കുന്ന CPMൻ്റെ കൂടെ ചേർന്ന് കോർപ്പറേഷനിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, കോൺഗ്രസ്സും അല്ല, ഒരു കാരണവശാലും അദ്ദേഹം കോൺഗ്രസ് അല്ല. അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാറ്റണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രമേയം വന്നു. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റാനുള്ള നമുക്ക് സാധിക്കാത്ത അംഗബലം നമുക്കല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അത് CPMകാരും BJPയും ഒക്കെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളതാണ്. ആകെ ഞാൻ മനസ്സിലാക്കത്തോ 7 അത്രയും പേരുള്ളത്. അതിനകത്ത് ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് കോൺഗ്രസിൻ്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും PK രാഗേഷ് നിൽക്കുന്നത്. അല്ല, നമ്മൾ അതിനകത്ത് പോയിട്ടില്ല, നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം കോൺഗ്രസ് അല്ല, അദ്ദേഹം കോൺഗ്രസ് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയുള്ളൂ, കോൺഗ്രസ് അല്ല അദ്ദേഹം. നമ്മളതിനകത്ത് പുറത്താക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മറ്റൊരു കാര്യമാണ് ഈ കൂത്തുപറമ്പ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സത്യൻ നരവൂർ അദ്ദേഹത്തെയും DCC സെക്രട്ടറി അദ്ദേഹത്തെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹം വലിയ തോതിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ് ഈ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്. DCCക്ക് പരാതി നൽകുന്നു, KPCCക്ക് പരാതി നൽകുന്നു. പക്ഷെ അതിലൊന്നും ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അഴിമതി കണ്ടാൽ ആരോപണം ഉന്നയിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളൊരു ആരോപണം വരികയാണ്. സത്യൻ നരവൂർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം രീതിയിൽ പറയുകയാണ്. സത്യൻ നരവൂരിൻ്റെ കേസ് സത്യൻ നരവൂർ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇല്ല. പിന്നെ സത്യൻ നരവൂര് ഈ പാർട്ടിയിൽ ഇല്ലാന്ന് സത്യൻ നരവൂർ പറയുകയാണ്. അപ്പം തന്നെ നമ്മൾ ഇദ്ദേഹം പക്ഷേ പല സ്ഥലങ്ങളിലും പോയിട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടും പോകുമ്പോൾ സത്യൻ നരവൂർ കേസ് കൊടുക്കുന്നത് ഇപ്പോഴല്ല, അദ്ദേഹം നിയമ പോരാട്ടം 2018 മുതൽ തുടങ്ങിയതാണ്. അതുപോലൊന്നും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിനോട് കൃത്യമായ കാര്യങ്ങളെല്ലാം വാക്കാലും പിന്നെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും ഈ അടുത്ത കേസ് വീണ്ടും കൊടുക്കുന്നത്. ഒരു സ്ഥാപനത്തിനെതിരെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ അതിൻ്റെ ഇത് നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആ കേസ് കൊടുക്കുന്ന രീതികളും ഭാവവും ഈ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കുകളൊക്കെ പാർട്ടിയിൽ അവതരിപ്പിക്കുന്ന പതിവുണ്ട്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ എത്ര വരുമാനമുണ്ട്, എന്താണ് ഇതിന്റെ സ്വത്ത്, എത്ര നീക്കിയിരിപ്പുണ്ട്, ആരുടെ കൈവശമാണ് ഈ പണം എന്ന കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് അറിയുമോ? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ അവരുടെ ഡയറക്ടർ ബോർഡ്, ആ ഡയറക്ടർ ബോർഡിൽ ഉള്ളവർ അത് ചെയ്യണമെന്ന് പാർട്ടി കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പാർട്ടിയിൽ കൊണ്ടുവന്നിട്ട് കണക്ക് ധരിപ്പിക്കാനൊന്നും നമ്മൾ ഒരു സഹകരണ സ്ഥാപനത്തോടോ ഒരു ട്രസ്റ്റിനോടോ ഒരു സ്ഥാപനങ്ങളോടോ ഇപ്പൊ ഇന്ദിരാഗാന്ധി ആശുപത്രി ഉണ്ടല്ലോ, മറ്റാശുപത്രി, ഒരു സ്ഥാപനത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെടൽ നടത്തലില്ല. പക്ഷേ അവിടുത്തെ ഡയറക്ടർ ബോർഡ് അത് കൃത്യമായ ആ ബോർഡ് അംഗങ്ങൾ അത് കൃത്യമായി അവർ മാനേജ് ചെയ്യണമെന്ന് അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതുവരെയായിട്ടും ആ ഡയറക്ടർമാരിലാരും ഇതുവരെ അത്ര ഒരു ആരോപണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സത്യൻ നരവൂർ ഉന്നയിച്ച ആരോപണങ്ങൾ കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ പരിശോധിക്കുക, പരിഗണിക്കുക? അതിനകത്ത് കോടതിയുടെ തീരുമാനങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഇതിനകത്ത് നിരന്തരമായ ഒരു സത്യൻ നരവൂര് ആവശ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഏറ്റവും വലിയ തലവേദന ഈ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലേ ശരിക്കും? സഹകരണ സ്ഥാപനങ്ങളിൽ അതിൽ കയറി പറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അതിൻ്റെ പിന്നാലെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഏത് നമ്മൾ ഏത് സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ നിസ്സാരം അതിങ്ങനെ എടുത്ത് കോടതിയിലെത്തിയാൽ അത് ശരിയല്ല. അതെല്ലാം ഈ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏത് സ്ഥാപനത്തിലും എടുത്ത് പരിശോധിച്ചാലും ഒരു ചെറിയ നെഗ്ലിജൻസ് അതെന്താ പറയുക ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് അല്ല മനഃപൂർവ്വം അല്ലാത്ത ഒരുപാട് കേസുകളുണ്ട്. മട്ടന്നൂരിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് മട്ടന്നൂരിലും ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ KPCC പ്രസിഡന്റായി കെ സുധാകരൻ വന്ന ഉടൻ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ സഹകരണ മേഖലയെ നിരീക്ഷിക്കാൻ ഒരു പ്രത്യേക ബോഡി നമ്മൾ രൂപീകരിക്കുമെന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അതും പക്ഷേ യാഥാർത്ഥ്യമായി എന്ന് പറയാൻ കഴിയുമോ? അല്ലെ, യാഥാർത്ഥ്യം അല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബോഡി KPCC തലത്തിലുണ്ട്, ജില്ലാ തലത്തിലും അത്ര ഒരു ബോഡിയുണ്ട്. പരിശോധന ജില്ലാ തലത്തിലും ബോഡികൾ. ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ശരി തെറ്റുകൾ ആര് പറയുന്നു എന്നുള്ളതല്ല, അവർ പറയുന്നതിന്റെ മെറിറ്റുണ്ടോ എന്നുള്ളൊരു പരിശോധന കൂടി അതിൽ നടത്താം. ഉറപ്പ് ആര് പറയുന്നതെന്ന് നോക്കാറില്ലല്ലോ. ആര് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല. ആ പറയുന്നവരിൽ യാഥാർത്ഥ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാറ്. ചില സ്ഥാപനത്തെ തകർക്കുന്ന രീതിയിലുള്ള, അതായത് അതിൽ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട്, അതിൽ ഭാഗമാക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ പിന്നെ അതങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായ അസസ്മെൻറ്റ് ചെയ്തിട്ടേ അതിനകത്ത് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന് നമ്മളെപ്പോഴും നോക്കുന്നത് അത്തരം സ്ഥാപനങ്ങൾ നിലനിന്ന് പോകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളെപ്പോൾ കാണേണ്ടത് എന്താ, ആ സഹകരണ സ്ഥാപനത്തിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. DCC അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് DCC പുനഃസംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ. DCC താങ്കൾ പ്രസിഡന്റായ കമ്മിറ്റിയിൽ പോലും DCC അംഗങ്ങൾ പലരും മുമ്പത്തെ ആളുകൾ തന്നെ തുടർന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായിരുന്നത്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ താങ്കൾക്ക്? നിങ്ങളുടെ ടീം കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഒരു നല്ല ടീം ഉണ്ട് എന്ന് പറയാം. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ട്. കുറേ പേര് നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ DCC ഭാരവാഹികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്ന് ഏത് ഇത് വന്നാലും ഒന്നിച്ച് എന്താ പറയുക, നമ്മൾ കട്ടക്കുണ്ടാവും എല്ലാവരും. അതിനകത്ത് ഇന്ന ആളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അതിപ്രസംഗങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു പാർട്ടിയാണ് നമ്മുടെ ജില്ലയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പാർട്ടിയാണ്. അല്ലാതെ അതിനകത്ത് വേറെ രാസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളൊന്നും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഇവിടെ ജില്ലയിലുള്ള വിഷയങ്ങളെല്ലാം മനോജ് പറഞ്ഞു. അപ്പം മനോജ് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇതെല്ലാം എന്താണ് എന്ന് എങ്ങനെയാണ് എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി. അതല്ല, അതൊക്കെ ആകുമ്പോൾ ഈ DCC പുനഃസംഘടന വരികയാണ്. ആ
പുനഃസംഘടിക്കപ്പെടും എന്ന് പറയുന്ന ജില്ലകളുടെ കൂട്ടത്തിൽ കണ്ണൂർ ഇല്ല. കണ്ണൂർ DCC പ്രസിഡന്റിന് ഒരു അംഗീകാരം നൽകുകയാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് മാറില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അംഗീകാരമായി തന്നെ കാണുകയാണോ ഇതൊക്കെ? അല്ല, അങ്ങനെ ഒരു തീരുമാനമുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ അതെന്താ യാഥാർത്ഥ്യം KPCC തീരുമാനിക്കുന്നതാണ്. അത് അങ്ങനെ ആണെങ്കിൽ അതൊരു അംഗീകാരമായിട്ട് തന്നെയല്ലേ നമ്മളാർക്കും കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റുന്ന പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഞാനിത് എത്രയോ കാലമായി ഇവിടെ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയായി ഇപ്പോൾ പല DCC പ്രസിഡന്റുമാരുടെ കൂടെ ഭാരവാഹിയായിരുന്നു കൊണ്ട് ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സണ്ണി ജോസഫ് MLA, എല്ലാ PR, പിന്നെ സുരേന്ദ്രേട്ടൻ, പിന്നെ അതുവരെ DCC ഭാരവാഹിയായിട്ടിരുന്ന് പിന്നെ KPCC ഭാരവാഹിയായി വന്നു. ഞാനതിൻ്റെ ഏതു സമയത്തും സത്യത്തിൽ വേറെ ഒരു ജോലിയും അങ്ങനെയുള്ള ഒരു ഫുൾ ടൈം ഞാൻ കോടതി പ്രാക്ടീസ് പോകുന്നില്ല. ഞാൻ രാവിലെ ഇറങ്ങിയാൽ ഇത് തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഫുൾ ടൈം. മതിയാകുന്നുണ്ട് സമയം? മതിയാവാത്തൊരു പ്രശ്നങ്ങളൊക്കെ ആണല്ലോ ഇപ്പൊ. സമയം DCC പ്രസിഡന്റ് ആയതിനു ശേഷം സമയം മതിയാകുന്നില്ല. കാരണം ഒരുപാട് മരണം, കല്യാണം, അങ്ങനെയുള്ള ചടങ്ങുകളാണ് ഏറ്റവും കൂടുതൽ. എവിടെയും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ അക്കാര്യത്തിലുണ്ട്. അത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസങ്ങൾ, ഭയങ്കര വിഷമമുണ്ട്. അവരൊരു ഇതല്ലേ DCC പ്രസിഡന്റ്. ഞാൻ സ്വാഭാവികമായും ഒരു പാർട്ടി പ്രവർത്തനം വെച്ച് ഞാൻ അവിടെ പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഒന്ന് പാനൂരാണെങ്കിൽ ഒന്ന് അങ്ങനൊരു പയ്യന്നൂരായിരിക്കും. അങ്ങനൊരു വിഷയമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ റൂട്ടിൽ പോകുന്ന സമയത്ത് അവിടെ കയറുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ അതുകൊണ്ട് DCC പ്രസിഡന്റ് ആയ ശേഷം ഒരുപാട് സമയത്തിൻ്റെ ഒരു വിഷയമുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈമറാണ്. മറ്റു കാര്യങ്ങളിലെ കുറിച്ച് പിന്നെ അതിന് തക്ക സഹായങ്ങൾ എനിക്ക് വേറെ ഒന്നും. അങ്ങനെ ഒരു ഫാമിലിയിലെ വൈഫാണ് ഞാൻ DC പ്രസിഡന്റ് ആയ അന്ന് പുള്ളിക്കാരി അവരുടെ ജോലി രാജിവെച്ച് ഇവിടെ വന്ന് മകനുണ്ട്. അതുകൊണ്ട് അവരത് കൃത്യമായി അവരായിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള അവരുടെ ഒരു ഫുൾ സപ്പോർട്ടും അതിനകത്ത് ലഭിക്കുന്നുള്ളത് കൊണ്ട്. നിങ്ങൾ ഇതൊന്നും മതിയാക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. അതിലാണ് ഞാൻ ഏറ്റവും. കാരണം ഇത് വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടിയ സപ്പോർട്ടുകൾ എല്ലാ രീതിയിലും, സാമ്പത്തികപരമായാലും മറ്റു രീതിയിലും എല്ലാ രീതിയിലും കിട്ടിയ ഒരു വലിയൊരു എനർജി കിട്ടിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് പുള്ളിക്കാരി മാത്രമല്ല, മോനാണേലും അവനും ഇതിനകത്ത് ഭയങ്കര എല്ലാം വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അതിനകത്ത് കാണുന്നു. തൃപ്തനാണ് താങ്കൾ? പൂർണ്ണ തൃപ്തനാണ്. യാതൊരുവിധ പ്രയാസവും കുടുംബപരമായിട്ടില്ല, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുമില്ല. ആരോടും വിദ്വേഷമില്ല, ആരോടും വൈരാഗ്യവുമില്ല. അതുപോലെ തന്നെയാണ് എന്നോടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും DCC പ്രസിഡന്റ് എന്ന നിലയിൽ 3 വർഷം പൂർത്തിയാക്കുമ്പോൾ പൂർണ്ണ സംതൃപ്തനാണ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി നോക്കിക്കാണുമ്പോൾ വർഷങ്ങളായി കണ്ണൂരിലെ പൊതു പ്രവർത്തന രംഗത്ത് അദ്ദേഹമുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും അദ്ദേഹവുമായി വർഷങ്ങളായി ബന്ധമുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എല്ലാവരുമായും സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യവുമായി DCC പ്രസിഡന്റിനെ മാർട്ടിൻ ജോർജിനെ സന്ദർശിച്ചാൽ അവർ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നും മറ്റ് നേതാക്കളൊക്കെ തന്നെ പറയാറുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും. DCC പ്രസിഡന്റുമാരെ മാറ്റാൻ KPCC, AICC തലത്തിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോഴും കണ്ണൂരിൽ ഒരു മാറ്റവും വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് ചർച്ചകൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള ഏറ്റവും വലിയ അംഗീകാരവും. എന്തായാലും അടുത്ത വലിയ തിരക്കുകളിലേക്ക് പാർട്ടികൾ നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ കടക്കാൻ പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. വലിയ ദൗത്യത്തിലേക്ക്, വലിയ വിജയത്തിലേക്കൊക്കെ പാർട്ടിയെ നയിക്കാൻ വീണ്ടും മാർട്ടിൻ ജോർജ് എന്ന
കരുത്തനായ നേതാവ് കണ്ണൂരിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തുടർന്നും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 3 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ഒന്നുകൂടി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ ഇനിയും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.